എല്ലാ മാന്യപ്രേക്ഷകർക്കും വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമുക്കറിയാം, കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ദൈനംദിനം കയറി ഇറങ്ങി നടക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാത്തിനും ഓടി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പൊതുവെ പരിതാപകരമായ കേരളത്തിൽ ഈ അഭിഭാഷകർക്ക് സുപ്രീം കോടതി അഭിഭാഷകർക്ക് കൊടുക്കാനാണ് നമ്മുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും ചെലവാക്കുന്നത്. ഒരു സിറ്റിങ്ങിന് ഏകദേശം ലക്ഷങ്ങളോളം രൂപ വില വരുന്ന അഡ്വക്കേറ്റുമാരെ വെച്ചാണ് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. എന്നാൽ ഇതിന് തക്കയുള്ള പ്രയോജനം കേരളത്തിന് ഉണ്ടാകുന്നുമില്ല. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ ചില തറവാടുകൾ മുടിഞ്ഞു പോകുന്നത് ഈ വ്യവഹാരങ്ങൾ നടത്തിയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. എന്നുവെച്ചാൽ ഓരോരോ കാര്യം പറഞ്ഞ് എപ്പോഴും സുപ്രീം കോടതിയിലേക്ക് സമീപിക്കുകയാണ്. അതിന് തക്ക പ്രയോജനങ്ങൾ നമുക്കൊട്ട് കിട്ടുന്നുമില്ല. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലാസ്റ്റ് ഉണ്ടായൊരു സംഭവം, നമ്മുടെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിയിൽ വാദിക്കാൻ പോയ കേരളത്തിന് ശരിക്കും തിരിച്ചടിയാണ് ഉണ്ടായത്. കേരളത്തിന് പണം കൊടുത്ത് സഹായിക്കാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞില്ല. കേരളം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ദൂർത്ത് കുറച്ച് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. അപ്പം ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും പഴയ ഒരു കഥയാണ് ഞാൻ ഓർത്തത്. പഴയ ഒരു നളന്റെ ദമയന്തിയുടെ ഒരു കഥയുണ്ട്. നളൻ രാജാവായിരുന്നു. പക്ഷെ ഈ കലിദ്വാരന്മാരുടെ ഇത് കാരണം നളൻ പെട്ടെന്ന് ദരിദ്രനായി ഉടുതുണിക്കും മറുതുണിയും ഇല്ലാത്ത അവസ്ഥയിലാണ് നളൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരു കാട്ടിൽപ്പെട്ടു. നളന് വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. തിന്നാൻ യാതൊരു വഴിയില്ല. അവസാനം നളൻ എന്ത് ചെയ്തെന്നു എന്ന് വെച്ചാൽ, നളൻ ഉടുത്തിരുന്ന തുണി ഊരി, അപ്പൊ കുറച്ച് പക്ഷികൾ അവിടെ ഈ ധാന്യങ്ങൾ കൊത്തി തിന്നാനായിട്ട് കുറച്ച് പക്ഷികൾ വന്നു. ആ പക്ഷികളെ പിടിച്ച് തിന്ന് വിശപ്പ് അകറ്റാമെന്നും പറഞ്ഞിട്ട് ഈ നളൻ താൻ ഉടുത്തിരുന്ന ഉടുമുണ്ട് അഴിച്ച് ഈ പക്ഷികളുടെ പുറത്തേക്ക് ഇങ്ങനെ ഒരു വല കണക്ക് വിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ പക്ഷികളെ പിടിച്ച് തിന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഈ പക്ഷികൾ ഈ നളന്റെ ഈ ഉടുതുണിയും കൊണ്ട് ഈ പക്ഷികളെല്ലാം ആകാശത്തൊക്കെ പറന്നുപോയി. വിവസ്ത്രനായിട്ട് നളൻ നിൽക്കുവാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം കേരള ഗവൺമെന്റിന്റെയും അതിന്റെ ഭരണാധികാരി പിണറായി വിജയന്റെ അവസ്ഥ. എല്ലാം നഷ്ടപ്പെട്ട് ഉടുമുണ്ട് പോലും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മളൊരു അതായത് നീതിദേവത കൈവിട്ടു. നീതിദേവത കേരളത്തിന് കൈവിട്ടു. നമ്മൾ സുപ്രീം കോടതി ചെന്നിട്ട് ന്യായമല്ല കേരളം പറയുന്നത്, അതുകൊണ്ട് അവർ കൈവിട്ടു. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ നീതിദേവതയുടെ കയ്യിൽ നിന്ന് കേരളത്തിന്റെ ഭാഗം നഷ്ടപ്പെട്ടു. ഈ ഒരു കാർട്ടൂണിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിന്റെ റഫ് ഇതാണ്. ഇത് നീതിദേവതയാണ്. നീതിദേവത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു നീതിദേവതയുടെ ഡ്രസ്സ് ഇങ്ങനെയല്ല. പക്ഷെ ഇത് നമ്മളൊരു ഭാരതീയവൽക്കരിച്ച ഒരു നീതിദേവതയാണ്. അതായത് സാരിയൊക്കെ ഉടുപ്പിച്ച്. ശരിക്കുള്ള നീതിദേവതയുടെ ഡ്രസ്സ് ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്. പക്ഷെ ഇത് ഒരു ഇന്ത്യൻ യുവതിയുടെ സ്റ്റൈലാണ് നമ്മൾ ഈ നീതിദേവതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നീതിദേവത നമുക്കറിയാം, ഒരു കൈയിൽ വാളും മറ്റേ കൈയിൽ ത്രാസുമായിട്ടാണ് നിൽക്കുന്നത്. ആ ത്രാസിന്റെ രണ്ട് തട്ടുകളും തുല്യമാണ്. അതായത് ന്യായം തുല്യമായിട്ട് വീതിക്കാനായിട്ട് നീതിദേവത രണ്ട് തട്ടും തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ധനം ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി പോയത്. അപ്പൊ ത്രാസിന്റെ ഒരു തട്ടിൽ ധനമാണ്, മറ്റേ തട്ടിന്റെ ആ ഹുക്ക് അവിടുന്ന് വിട്ടുപോയി കേരളമാണ് ആ തട്ടില്. അത് താഴെ വീണ് കിടക്കുവാണ്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ ഈ അമ്പലങ്ങളിൽ തൂക്ക വഴിപാട് നടത്തുമ്പോഴത്തേക്കും ഇപ്പൊ ശശി തരൂരിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ശശി തരൂര് ഇങ്ങനെ തുലാഭാരം തൂക്കിയപ്പോഴത്തേക്കും ഒരു തട്ട് ഒടിഞ്ഞു വീണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കണക്ക് പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ തുലാഭാരത്തിന്റെ തട്ട്, ഈ ത്രാസിന്റെ ഒരു തട്ട്, അത് കേരളത്തിന്റെ തട്ട് ഒടിഞ്ഞ് താഴെ വീണ് കിടക്കുകയാണ്. മറ്റേ തട്ട് അതുകൊണ്ട് കുത്തി നിൽക്കുകയാണ്. അതിങ്ങനെ ധനത്തിന്റെ ഒരു തട്ടാണ്. അപ്പൊ അത് കണ്ട് അന്തം വിട്ട് നമ്മുടെ ഭരണാധികാരി ഇരട്ടച്ചങ്കൻ നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് കാർട്ടൂൺ. അതായത് അവസാന ആശ്രയമായ കച്ചിത്തുരുമ്പായ നമ്മുടെ നീതിദേവത പോലും കേരളത്തിനെ കൈവിട്ടു.
ആ ഒരു അവസ്ഥയാണിത്. എല്ലാവർക്കും ഈ കാർഡ് നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. നീതിദേവതയെ നമുക്ക് സുപരിചിതമാണ്. ഈ കണ്ണ് കെട്ടി കയ്യിൽ ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ത്രാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നീതിദേവത. അപ്പോൾ ഈ നീതിദേവത കണ്ണ് കെട്ടിയിട്ട് ഈ നടന്ന സംഭവം കണ്ട് ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ട് നിൽക്കുകയാണ്. സാധാരണഗതിയിലുള്ള നീതിദേവത ഒരു നിർവികാരിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് കുറച്ച് കാർട്ടൂണീകരിച്ച് ഹാസ്യവൽകൃതമായിട്ട് വരച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഈ ഒരു ഭാവഭേദം വരുത്തിയത്. അപ്പോൾ അവർ പോലും അന്തം വിട്ടു പോകും. ഈ നീതിദേവത പോലും അന്തം വിട്ട് നിൽക്കുക കേരളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്. തുലാസിൽ നിന്ന് പോലും കേരളം ഞെട്ടറ്റ് താഴെ വീണ് കിടക്കും. അതുകൊണ്ട് അന്തം വിട്ടുകൊണ്ടാണ് നമ്മുടെ ഇരുട്ടുച്ചക്ക്. നമുക്കിതിൻ്റെ ഈ നീതിദേവതയ്ക്ക് കുറച്ചുകൂടെ ഒരു ഡാർക്ക്നെസ് കൊടുക്കാനുണ്ട്. അത് കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി കാണാം. ഇത്തവണത്തെ ഈ വരുന്ന വഴിയെന്ന പങ്ക്തിയിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ്